ഏതവനായാലും എന്താ? ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വെച്ചോ. കെട്ടിച്ചിട്ട് മാസം ഒന്നും പോലും ആയില്ല. ഇത് 4ാമത്തെ തവണ പൊളിക്കുന്നേ. അതിന് ഞങ്ങൾ എന്താ വേണം? താൻ നേരം വെളുത്തപ്പത്തോട്ട് കൊരിക്കാൻ തുടങ്ങിയതാണല്ലോ ശല്യം. നിങ്ങൾ തന്നെ പൊളിച്ചത്. നിങ്ങൾ അറിയാതെ നടക്കുകയില്ല. പിന്നെ എന്റെ വണ്ടി രാത്രി വേലി വിളിക്കലല്ലേ? നീ അല്ലെങ്കിൽ നിന്റെ എലുമ്പന്നായാലും നിർത്ത. നീ ആരെയാടാ പേടിപ്പിക്കുന്നത്? എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്റെ മോൻ ആരാണെന്ന് അറിയാമല്ലോ. അവനകത്തുണ്ട്. അവൻ പോലീസാന്ന് അറിയാലോ. സൂക്ഷിച്ച് സംസാരിക്കണം. പോലീസുകാരുണ്ടെന്ന് വിരട്ടില്ലേ ഇങ്ങനെ സ്റ്റേഷനിൽ ചെന്നിട്ട് മതി. ഓരോ തോന്നിയാസം കാണിച്ചിട്ട് തൊപ്പി കാട്ടി പേടിപ്പിക്കാനോടോ. ഒന്നും മിണ്ടാതിരിക്കാ. കേറിപ്പൊടിയകത്ത് മിണ്ടാതിരിക്കാൻ. എന്നാ പിന്നെ അയൽക്കാരെ പേടിച്ച് കെട്ടിപ്പറിക്കാൻ സ്ഥലമിടാം. ഓ തന്റെ ഒരു വേലിയും കൂലിയും. വെറുതെ നേരം വെളുക്കുമ്പോത്തോട്ട് ഞങ്ങളുടെ നേരം മെക്കിട്ടേറാൻ വന്നാലേ ഒരു കാര്യമല്ലേ? കിടന്ന് ചെലിക്കാതെ കയറിപ്പോടോ. ചെറുക്കറി വന്നാലേ ലാത്തി കൊണ്ടായിരിക്കും മറുപടി. നിന്നവൻ പോലീസിലാണ്, എന്നവൻ പട്ടാളത്തിലാ. പട്ടാളം എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട. പോയിട്ട് 4 മാസം പോലും ആയില്ല. അതിനു മുമ്പ് ആ പേരും പറഞ്ഞ് ഞെളിയല്ലേ. നീ ആരാണ് അത് പറയാൻ? നിന്നെപ്പോലെ ഉണക്ക പോലീസല്ല അവൻ. അവനെങ്ങാനും ഇത് അറിഞ്ഞ നിന്റെ കഥ കഴിക്കും. അവൻ വന്നതേ ഞങ്ങളുടെ രോമം പറിക്കില്ല എന്നിട്ടാ. നിങ്ങളുടെ വിത്തക്കാട് ചേർക്കണില്ലേ? അവനവിടെ പട്ടാളത്തിൽ എന്തോ കാണിക്കാനാ? നിന്റെ പോലടി വിത്തം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. നാട്ടുകാരൊക്കെ കേൾക്കും. കേക്കട്ടടി. എനിക്കേതായാലും രണ്ടിലൊന്നും അറിയണം. ഈ വേലി പൊളിച്ചത് ആരാന്ന് അറിയണം. താൻ തന്നെ ആയിരിക്കും പൊളിച്ചത്. നിന്റെ മറ്റൊരാടി പൊളിച്ചത്. ഈ അച്ഛനല്ല വിളിച്ചത്. നീ ഒന്നും ഉണ്ടായില്ലേടാ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ വേലിയാട്ടം വിളിക്കലൊക്കെ തന്നെ വീട്ടുകാർക്കായിരിക്കും. എന്റെ തനിയാറൊന്നും എനിക്കറിയില്ല. പേടിപ്പിക്കാതെ വേലി പൊളിച്ച സമാധാനം പറയണോ? നേരമായി ഞാൻ ക്ഷമിക്കുന്നു. അടിച്ചു തന്നെ ഡെപ്പി എന്തെറിപ്പിക്കും. ഓട്ടന്നേ നിങ്ങൾ നിസ്സാര കാര്യത്തിൽ കിടന്ന് വെട്ടാനും കുത്താനൊക്കെ പട്ടാളത്തിൽ അവരെ വന്നോട്ടെ. അതുവരെ ഞാൻ ക്ഷമിക്കുക. പാടി വിടറോ മോനെ വാ. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ ഒറ്റയടിക്കാളുടെ കച്ചവടം ഞാൻ തീർത്തനെ. കള അയാൾക്ക് വട്ട അല്ലാതെന്താ. അയാളുടെ പൊക്കിൾ നോക്കി ഞാനൊരു ചവിട്ട് കൊടുത്താലുണ്ടല്ലോ 3 ദിവസം കഴിയും മൂത്രമൊഴിക്കാൻ. ശരിക്ക് കഴിച്ചോ? നല്ല ഇടിയും തൊഴിയൊക്കെ കൊടുക്കാനുള്ളതാ. ഇവിടത്തെ വഴക്കിലൊന്നും നീ ഇടപെടണ്ട. നമുക്കാ നാണക്കേട്. അത് അവരല്ലേ വിചാരിക്കേണ്ടത്. അവിടെ കെട്ടിക്കാൻ പ്രായ ഒരു പെണ്ണുള്ളതാ. ഏതെങ്കിലും ഒരു തെണ്ടി അവളെ കാണാൻ വേലി മുറിച്ച് വരുന്നതായിരിക്കും. അയാളുടെ ചെറുക്കൻ പട്ടാളത്തിൽ നിന്ന് വല്ല വഴക്കിനും വരുമോന്നാ എനിക്ക് പേടി. പട്ടാളം നിങ്ങൾ എന്ത് ആർത്തിയായി കാണിക്കുന്നേ? ഇതൊക്കെ കഴിച്ചാലും ദേഹത്ത് പിടിച്ചിട്ട് വേണ്ടേ? വേലി ഇന്നും പൊളിഞ്ഞു. നീ പോണവരെ ഇവിടെ വേലിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്ത മട്ട. ചോദിക്കാൻ ചെന്നതിന് എന്നെ തന്തയും മോനും ആ താടകയും കൂടി തല്ലാൻ വന്നു. നിനക്ക് കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെങ്ങളുള്ളതാ. കെട്ടിക്കാൻ പ്രായമുള്ള പെങ്ങളുള്ളതാ. അവളെ ഓർത്താണ് ഞാനൊന്നും മിണ്ടാത്തത്. അവള് ട്യൂട്ടോറിയൽ പോകുന്നുണ്ട്. കടുത്തമൊക്കെ കണക്കാ. അതൊന്നും എഴുതണ്ട. ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ പറയണ കൂടെ എഴുതാൻ വഴി. നീ കുറച്ചു ദിവസം അവധി എടുത്ത് ഇങ്ങോട്ട് വരണം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വയസ്സുകാലത്ത് പോലീസുകാരന്റെ തല്ലുകൊണ്ട് ചാകാൻ മേല എന്ന് സ്വന്തം അച്ഛൻ.
കാശ്. ബാക്കി താനെടുത്തോ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സും ഉണ്ടായില്ലല്ലോ. നമസ്തേ. നമസ്തേ. വരുന്ന വഴിയാണോ? അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ. പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ. എന്ത് ചെയ്യാം. ഒരു ഗ്ലാസ് പ്യാലെടുക്കൂ. മിൽക്ക് മിൽക്ക് മിൽക്ക്. ഇത് പഴങ്കഞ്ഞിയാലോ. നിന്റെ പോലീസ് പിടിച്ചെന്നാ തല്ലിയെന്നൊക്കെ കേട്ടല്ലോ, ശരിയെന്നീ? പോലീസോ? ദേ ആർ മൈ ഫ്രണ്ട്സ്. പിന്നെ അവിടെ അന്തസ്സുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നവന്മാരും ഉണ്ട്, ആ നുണക്കുറുപ്പിനെ പോലുള്ളവർ. അറിയില്ലേ? ഇല്ല. നമ്മുടെ രാമനാരായണന്റെ പിന്നെയും വഴക്കായിരുന്നു. പിന്നെയും മേലി വിളിച്ചോ? പൊളിച്ചടുക്കി. ഇതൊക്കെ ആ കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നു. SIയുടെ ഗമയല്ലേ. ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്നുടക്കിയതാ. ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല. പാലോ വിഷോ. നമസ്കാരം. സാറിന് നേരത്തെ ആണല്ലോ. ആ, ഒരു കേസിന്റെ കാര്യത്തിന് മങ്കൊമ്പ് വരെ ഒന്ന് പോണം. ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് SIക്ക് ഭയങ്കര നിർബന്ധം. ഒരു പുതിയ പയ്യനാ. ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാ. 6 മാസത്തിനിടയ്ക്ക് ഞാനും ആ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ, ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. പോലീസുകാർ കഞ്ചാവ് മറിച്ചു വിറ്റു. വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടുത്തരം കാണിക്കാവുന്നു. തെണ്ടികൾ. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? ഓ, ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അറിയിക്കാം. ഞാൻ സ്റ്റേഷനിലൊരു സിംഹമാണെങ്കിലും നാട്ടുകാരോട് അല്പസ്വല്പം മര്യാദ കാണിക്കാറുണ്ട്. എന്ന് വെച്ച് ആരെങ്കിലും നമ്മുടെ തലേ കയറാൻ വന്നാൽ കുറുപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടും. ചെയ്തുണ്ടോ? ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ. എന്നെ കണ്ടതും കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയും എടുത്തൊരൊറ്റ ചാട്ടം. SI ഒരൊറ്റ ഓട്ടം. ഞാൻ ഒറ്റയ്ക്കായി. കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി. മുട്ടുമടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാഭി നോക്കി ഒരൊറ്റ ചവിട്ടാ. ദേ കിടക്കുന്ന അവന്റെ കടുകും കരുവേപ്പലയും. ഇളിക്കല്ലേ. ഈ സ്റ്റേഷനിലൊക്കെ ഒന്ന് മാറ്റം കിട്ടട്ടെ. എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല. ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്? ചായയുടെ കാശ് എനിക്ക് സൗകര്യമുള്ളപ്പോ തരും. ഇയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടുകിടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത്? ക്ഷുദ്രജീവി. സ്വപ്പം മ്യൂസിക് കേൾക്കാം. എടാ ക്ഷുദ്രജീവി, നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റിച്ച് ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. സാറിനെ പറ്റിയാണോ? ഏതോ തുടർ നാടകമാണ്. ഞാൻ കാശിൽ നിന്ന് വിചാരിച്ചോടാ നീർക്കോലി.